സിന്ധുമോൾ മഞ്ജുഷ, എനിക്ക് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, എന്നാലും ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ്. കുറച്ചൊരു വേഗമായിരുന്നു ശബ്ദം. നരേന്ദ്രമോദിജി ഈ രാജ്യം ഒട്ടുക്ക് യാത്ര ചെയ്യുന്ന ആളാണ്, യാത്ര ചെയ്തിട്ടുണ്ട്, രാജ്യം വിട്ട് ലോകങ്ങൾ ചുറ്റി വന്നിട്ടുള്ള ആളാണ്. നമുക്കറിയാം, ഒരു സമയത്ത് ഇവരെല്ലാം പറഞ്ഞത് ഈ രാജ്യത്ത് മോദിജിയെ കാണാൻ കിട്ടുന്നില്ല എന്നായിരുന്നു. പക്ഷെ മോദിജി മറ്റു രാജ്യങ്ങൾ സന്ദർശിച്ചു വന്നതിന്റെ ഗുണഫലം എന്താണെന്ന് ഇന്ന് ഇന്ത്യ മഹാരാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു പല നേതാക്കന്മാരും പോയിട്ടുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ വക്താവായ ശ്രീ അനിൽ ബോസിന്റെ നേതാക്കന്മാരുൾപ്പെടെ ചൈനയിലും അമേരിക്കയിലും ഒക്കെ പോയി വന്നിട്ടുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യയെ ഇകഴ്ത്താനും ഭാരതത്തിന്റെ യശസ് കുറയ്ക്കാനും അല്ലാതെ മറ്റൊന്നിനും അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി രാജ്യം ചുറ്റി വന്നാൽ, ലോകം ചുറ്റി വന്നാൽ ഈ ഭാരതത്തിന്റെ യശസ് ലോകത്തിന്റെ നെറുകയിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ തവണയും എവിടെയും പോയി വന്നിട്ടുള്ളത്. ഇവരുടെ ഇപ്പോഴത്തെ പരാതി അദ്ദേഹം മണിപ്പൂരിൽ പോകുന്നില്ല, നാഗാലാൻഡിൽ പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം 2024 നമ്മൾക്ക് അധികം വൈകാതെ തന്നെ ഒരു 100 ദിവസത്തിന് ശേഷം, 100 ദിവസം അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് രാജ്യം. ആ സമയം നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. ഈ മണിപ്പൂരിലെയും നാഗാലാൻഡിലെയും ഉൾപ്പെടെ ഈ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മളുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ ആരോടൊപ്പമാണ് എന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം യാത്ര നടത്തിക്കോട്ടെ. ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് ആർക്കും യാത്ര നടത്താം, ജനങ്ങളോട് ഏത് രാഷ്ട്രീയക്കാരനും ഏതു രീതിയിലും സംവദിക്കാം. അതൊന്നും ഇവിടെ ആരും തടസ്സപ്പെടുത്തുന്നില്ല. നരേന്ദ്രമോദിയും കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിന് ഒരു പുതിയ മാനമുണ്ട്. 2014 മുതൽ അദ്ദേഹം സംസാരിക്കുന്ന രാഷ്ട്രീയം രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക മാനം കൈവരിച്ചിട്ടുണ്ട്. അതാണ് വികസനത്തിന്റെ രാഷ്ട്രീയം. അദ്ദേഹം എവിടെ സംസാരിച്ചാലും ആ വികസനം, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ, ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ എണ്ണി എണ്ണി പറയുമ്പോൾ അത് ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന, കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഓരോ വേദിയിലും അദ്ദേഹം പറയുന്നത്. ഇന്ന് കേരളത്തില് കൊച്ചിയില് BJPയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയ സമയത്ത് കുറച്ചു സമയം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് കേന്ദ്ര പദ്ധതികൾ കൊണ്ട് ഈ രാജ്യത്തിനുണ്ടായ ഗുണഗണങ്ങളെ കുറിച്ചാണ്. ഇവിടുത്തെ ഗുണഭോക്താക്കളെ നിങ്ങൾ ശക്തി കേന്ദ്ര ഇൻചാർജുമാർ, ബൂത്ത് തല പ്രവർത്തകർ നേരിട്ട് പോയി കാണണം, അവരോട് വീടുകളിൽ കയറി ചെന്ന് സംസാരിക്കണമെന്നാണ് മോദിജി ഞങ്ങളോട് പറഞ്ഞത്. കാരണം അത്രയും വലിയൊരു ആത്മവിശ്വാസം ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തരുമ്പോൾ അത് വളരെ വ്യക്തമല്ലേ? ആ ചിത്രം വളരെ വ്യക്തമല്ലേ മഞ്ജുഷേ? അത്രയധികം പദ്ധതികൾ, ഗുണഭോക്താക്കൾ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായതുകൊണ്ടല്ലേ നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രവർത്തകരോട് പറയുന്നത് നിങ്ങൾ വീടുകളിലേക്ക് കയറി ചെന്ന് ഈ ഗുണഭോക്താക്കളെ കണ്ടുകൊണ്ട് ഈ ഭാരതം ഒന്നിച്ചു പോകാൻ കേരളത്തിന്റെയും കൂടി ആവശ്യമുണ്ട്, കേരളം കൂടി ഒന്നിച്ചു വരണമെന്ന് പറയാൻ അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ കേരളത്തിൽ ഉൾപ്പെടെ ആ പദ്ധതികൾ എത്തിയത് കൊണ്ടാണ്. അനിൽ ബോസ് പറയുകയായിരുന്നു, അദ്ദേഹത്തിന്റെ ശബ്ദം അത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ അനിൽ ബോസ് പറയുന്നത് 2014 മുൻപുള്ള പദ്ധതികളെക്കാൾ കൂടുതലായിട്ട് എന്താണുള്ളത് എന്ന്. 2014 മുമ്പ് ഇന്ത്യ മഹാരാജ്യത്തിന് വിവിധ ഗവൺമെന്റുകളുടെ 284 പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിനപ്പുറമുള്ള ഉണ്ടാക്കിയ ഏത് പദ്ധതിയാണ് ജനോപകാരപ്രദമെന്ന് പ്രത്യേകമായി മെൻഷൻ ചെയ്തതെന്നല്ല. കേൾക്കുന്നുണ്ടോ ശ്രീമതി TP സിന്ധുമോൾ? കേൾക്കുന്നുണ്ടോ? ഹലോ, ശബ്ദം വളരെ കുറവാണ് മഞ്ജുഷ. അതായത് അനിൽ ബോസ് പറയുകയായിരുന്നു 2014 മുൻപ് ഉണ്ടായിരുന്ന പദ്ധതികളെക്കാൾ അപ്പുറം എന്ത് പദ്ധതികളാണ് ഉള്ളതെന്ന്. മഞ്ജുഷ 284 പദ്ധതികൾ. അതെ, ഒരു 284 പദ്ധതികളുടെ കാര്യം അദ്ദേഹം പറയുന്നു. വിവിധ സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഈ 2014 മുൻപുള്ള പദ്ധതികൾ, അതിനപ്പുറം ഒന്നുമില്ല. അതായത് ഈ മോദി ഗ്യാരണ്ടി ഒന്നുമല്ല എന്നാണ് അനിൽ ബോസ് പറയുന്നത്. മഞ്ജുഷേ, അതിന്റെ വ്യക്തമായ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾക്ക് വീട് പണിയാൻ ഇന്ന സ്ഥലത്ത് ഞാൻ ഒരു കല്ലിട്ട് തരുന്നു എന്ന് പറഞ്ഞ്, മഞ്ജുഷേ, നിങ്ങൾക്ക് വീട് പണിയാൻ ഞാൻ ഒരു സ്ഥലത്ത് ദാ കല്ലിട്ട് തരുന്നു എന്ന് പറഞ്ഞ് ആ ഒരൊറ്റക്കല്ലിൽ വീടുണ്ടാവുമോ?
എന്തെല്ലാം മറ്റു കാര്യങ്ങൾ അവിടെ വേണം. ഇവര് പദ്ധതികളെ കുറിച്ച് പറയുന്നു. എന്ത് പദ്ധതികളാണ് ജനങ്ങൾക്ക് ഇതുപോലെ പ്രാവർത്തികമാക്കാൻ 60 വർഷക്കാലത്തെ UPA ഗവൺമെന്റിന്, കോൺഗ്രസ് ഗവൺമെന്റിന് സാധിച്ചത്? ഞാൻ എടുത്തു പറയാം. കേരളത്തില് 3.6 ലക്ഷം രാജ്യത്ത് ഇന്ദിരാഗാന്ധി ആവാസ് യോജന എന്ന ഭവന പദ്ധതിയാണ് രാജ്യത്ത് ആദ്യമായി ദേശീയ തലത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അതിന്റെ ഗുണമനുഭവിച്ച ലക്ഷോപലക്ഷം ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ കല്ലിട്ടാൽ എത്ര വർഷം കൊണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. ഞാൻ ശ്രീ അനിൽ ബോസ്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 60 വർഷക്കാലം നിങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കിയില്ല എന്നൊന്നും പറയുന്നില്ല. ഇല്ല, നിങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ 60 വർഷക്കാലം കൊണ്ട് ഇവിടെ നടപ്പിലാക്കി എന്ന് പറയുന്ന ഇന്ദിരാ ആവാസ് യോജനയെ പറയുന്നു. ഞാൻ പറയട്ടെ, 14 മുതൽ ഈ രണ്ടാം ടേം അവസാനിക്കാൻ പോകുന്ന ഈ കാലയളവിൽ ഏതാണ്ട് 1.55 ലക്ഷം വീടുകൾ അർബൻ മേഖലയിലും റൂറൽ മേഖലയിലുമായിട്ട് ഈ കേരളത്തിൽ മാത്രം പണിത് കഴിഞ്ഞു. കേരളത്തിൽ മാത്രം, കേരളത്തിന്റെ കണക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. കണക്ക് പറയാൻ സാധിക്കുമോ? 60 വർഷക്കാലം ചെയ്തതും ഞാൻ അതാണ് പറഞ്ഞത്. 60 വർഷം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വീടുകൾക്ക് ലൈഫ് പദ്ധതി എന്ന പേരിട്ട് ഞങ്ങളാണ് ഇവിടെ വീട് കൊടുത്തതെന്ന് CPM പറയുന്നത് പോലെയാണ്. നിയമസഭയിൽ ഇന്നത്തെ CPM നേതാക്കളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള CPM-ന്റെ മന്ത്രിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും MLA-മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്. വിത്ത് ഓൺ റെക്കോർഡ് നിയമസഭാ രേഖ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഏറ്റവും കൂടുതൽ ഭവന പദ്ധതികൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് നടന്നത്. അത് കേന്ദ്ര പദ്ധതികളുടെ ഭാഗമാണെന്നേ. കേന്ദ്ര പദ്ധതികളും സംസ്ഥാന സർക്കാരും കൂടി സംയുക്തമായി ചേർന്നു വിവിധ ക്ഷേമനിധി ബോർഡുകൾ ചേർന്ന് ഉണ്ടാക്കിയ വീടുകൾ 4 ലക്ഷം വീട് കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഇത് കേരളത്തിലെ ഞങ്ങളെ എതിർക്കുന്ന പാർട്ടിയുടെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശരിയാക്കാം. അല്ല, രാജ്യത്ത് കോവിഡും ലോക്ക്ഡൌണും വന്നപ്പോൾ പാവപ്പെട്ട ആളുകൾ പട്ടിണിയില്ലാതെ കുടുംബങ്ങളെ അതിജീവിച്ചത് ഭക്ഷ്യസുരക്ഷ. ശരി, സിന്ധുപോൾ പറഞ്ഞോളൂ. ഇവിടെ ശ്രീ അനിൽ ബോസ്, നിങ്ങൾ ഇവിടെ ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ വികസന പദ്ധതികൾ, ഓരോ വീട്ടിലും ഇത്രയും വികസന പദ്ധതികൾ നടപ്പിലാക്കി നിങ്ങൾ ഇപ്പോഴും അഭിമാനപൂർവ്വം പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് തുടർഭരണം നഷ്ടപ്പെട്ടു? നിങ്ങൾക്ക് എവിടെയാണ് തുടർഭരണം നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? കൃത്യമായി നിങ്ങൾ 2014 ശേഷം 19 പൂർത്തിയാകുമ്പോൾ നിങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ഇനി ഒരിക്കലും ഇന്ത്യയിൽ അധികാരത്തിൽ വരില്ല എന്ന്. പക്ഷെ വന്നില്ലേ? ിന്റെ 80% നിങ്ങൾ നടത്തിയത് അഴിമതി പദ്ധതികളാണ്. ഈ രാജ്യത്ത് കോൺഗ്രസ് നടപ്പിലാക്കിയത് അഴിമതി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കുടുംബാധിപത്യത്തിലും അഴിമതി പദ്ധതികളിലും മാത്രം മുങ്ങിൽ നിന്ന് ഭരണം നടത്തിയത് കൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചത്. അവിടെയാണ് ഒരു പ്രധാനമന്ത്രി 1 രൂപയുടെ അഴിമതി പോലുമില്ലാതെ ഈ 10 വർഷക്കാലം എങ്ങനെ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാമെന്നും വികസന പദ്ധതികൾ എത്തിക്കാമെന്നും ഉദാഹരണ സഹിതം കാണിച്ചു കൊടുത്തത്. ഇവിടെ 11.46 ലക്ഷം പെൺകുഞ്ഞുങ്ങൾക്ക് 10 വയസ്സിൽ താഴെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് സുകന്യാ സമൃദ്ധി പദ്ധതി, അത് നിങ്ങളാണ് ചേർത്തതെന്ന് പറയുവോ? ഇവിടെ ഗർഭിണികളായ ബാങ്കിൽ അവകാശവാദം നിർത്തുക. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ മോഹൻ വർഗീസ് കൂടിയുണ്ട്.